ഹലോ കൂട്ടുകാരെ, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എന്താ സുന്ദരക്കുട്ടനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. ഇന്നെന്താണെന്നറിയാമോ? ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെ പോയി കേക്കൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ എത്ര ഒരുങ്ങിയിട്ടും പുറത്തോട്ട് പോകാൻ പറ്റുന്നില്ല. എന്താണെന്നല്ലേ, ഭയങ്കര മഴയാണ്. പുതിയ ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാനാ, മഴ കാരണം ഒന്നും പോകാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ പപ്പ പറഞ്ഞു, എങ്കിൽ നമുക്ക് റെയിൻകോട്ടൊക്കെ ഇട്ട് പോകാമെന്ന്. അങ്ങനെ ഞാനും മമ്മിയും പപ്പയും കൂടെ റെയിൻകോട്ടൊക്കെ ഇട്ട് പോകാൻ നിൽക്കുവാണ്. ഇന്നെന്നെ കൊണ്ടുവിടാൻ പപ്പ വരുന്നുണ്ട്. വേറൊന്നുമല്ല, ഈ മഴയത്ത് എന്നെയും കേക്കും കുടയെല്ലാം മമ്മിക്ക് ഒറ്റയ്ക്ക് പിടിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് പപ്പ വരുന്നത്. പപ്പ കേക്ക് മുറിക്കാനൊന്നും അവിടെ നിൽക്കുന്നില്ല കേട്ടോ. ഞങ്ങളെ കൊണ്ടുവിട്ടിട്ട് പപ്പ ഇങ്ങ് പോകുന്നു. പിന്നെ പപ്പ വരാൻ വേറൊരു കാരണമുണ്ട്. എൻ്റെ മമ്മി ഇന്നലെ കേക്ക് മേടിച്ചിട്ട് ആ കേക്ക് അറിയാതെ താഴെ പോയി. റൗണ്ടിലിരിക്കേണ്ട കേക്ക് വേറെ ഏതോ ഷേപ്പിലൊക്കെയാണ് ഇരിക്കേണ്ടത്. പിന്നെ മമ്മി അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കേക്കിൻ്റെ ഡാമേജ് ഒന്നും പറ്റിയിട്ടില്ല. അങ്ങനെ ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കൂട്ടുകാരെല്ലാം മഴയാണെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ വളരെയധികം സന്തോഷത്തിലായി. അന്നേരം ടീച്ചർ പറഞ്ഞു, എങ്കിൽ നമുക്കിനി താമസിയാതെ കേക്ക് അങ്ങ് മുറിച്ചേക്കാമെന്ന്. അങ്ങനെ കേക്ക് മുറിക്കാനിരിക്കുകയാണ് കേട്ടോ. കേക്ക് മുറിക്കാനൊക്കെ എനിക്ക് ഇഷ്ടമാണെങ്കിലും ഒരു ശകലം പോലും എനിക്ക് കഴിക്കാൻ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ നിങ്ങളൊരു കൈയ്ക്ക് കേക്ക് കഴിക്കാത്ത പിള്ളേരുണ്ടോന്ന് എന്താണോ എനിക്കറിയില്ല. എനിക്ക് കേക്ക് ഇഷ്ടമല്ല കേട്ടോ, പ്രത്യേകിച്ച് ക്രീം കേക്കൊക്കെ. അപ്പം ടീച്ചർ പഠിച്ച പണി 18 നോക്കിയിട്ടും ഞാൻ കഴിക്കാൻ നിന്നില്ല. പിന്നെ എൻ്റെ മമ്മി ടീച്ചറിന് കൊടുത്തു, ടീച്ചറിൻ്റെ മമ്മിക്കും കൊടുത്തു. അവരും ഹാപ്പി, ഞാനും ഹാപ്പി. പിന്നെ എൻ്റെ കൂട്ടുകാർക്കെല്ലാം മുറിച്ച് കൊടുത്തു കേട്ടോ. എല്ലാവരും കഴിച്ചേ, വയറ് നിറച്ച്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ കൂട്ടുകാരൻ്റെ മമ്മിയില്ലേ, മാധവിൻ്റെ മമ്മി, ആൻറ്റി എനിക്കൊരു ഗിഫ്റ്റ് കൊണ്ട് തന്നു കേട്ടോ. അത് കിട്ടിയപ്പോൾ ഞാൻ പിന്നെയും ഹാപ്പിയായി, ഭയങ്കര ഹാപ്പിയായി. പിന്നെ എൻ്റെ മമ്മി എല്ലാവർക്കും മുറിച്ച് കേക്കൊക്കെ കൊടുക്കുവാണ് കേട്ടോ. അതുപോലെ തന്നെ ഇന്ന് വേറെ ഒരു സർപ്രൈസ് ഉണ്ട്. അത് എൻ്റെ ടീച്ചറിനാണ് കേട്ടോ. എൻ്റെ ടീച്ചർ, അതായത് എൻ്റെ റെജിന ടീച്ചർ 25 വർഷമായി കേട്ടോ സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ ടീച്ചറിനെ ഒന്ന് ആദരിക്കുകയാണ് കേട്ടോ. എൻ്റെ മമ്മിയും എൻ്റെ കൂട്ടുകാരുടെ മമ്മിയിലാണ്. അത് ടീച്ചറിന് ഭയങ്കര സർപ്രൈസായി കേട്ടോ. ടീച്ചറിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. ഇത് കണ്ടപ്പം എൻ്റെ മമ്മിയുടെയും എൻ്റെ കൂട്ടുകാരുടെ മമ്മിമാരുടെയും കണ്ണും നിറഞ്ഞു കിട്ടും. എല്ലാവരും വളരെ ഹാപ്പിയായി. കാരണം ഞങ്ങളെപ്പോലെയുള്ള കുസൃതി കുടുക്കുകളെയൊക്കെ നോക്കണമെങ്കിൽ എൻ്റെ ടീച്ചറിന് എന്തുമാത്രം ക്ഷമയുണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ ടീച്ചർ ഇനിയും ഒരുപാട് വർഷം ഞങ്ങളെപ്പോലെയുള്ള കുഞ്ഞു കുസൃതി കുരുന്നുകളെ നോക്കാൻ വേണ്ടിയിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ അല്ലേ. അപ്പോൾ കേക്കൊക്കെ കഴിച്ച് എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനും അങ്ങനെ ഇരുന്ന് സന്തോഷത്തോടെ ഞങ്ങൾ ഈ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ.